ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി ഹോളി. അന്നേരം നോർത്ത് ഇന്ത്യയിൽ, അതായത് ഞങ്ങൾ ഡൽഹിയിലാണ്. ഡൽഹിയിൽ എങ്ങനെയാണ് ഹോളി ആഘോഷിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള പാർക്കിലാണ് ഈ ആഘോഷം നടക്കുന്നത്. എല്ലാവരും അവിടെ ഒത്തുകൂടി, കൊച്ചു കുട്ടികളും വലിയവരും ആണുങ്ങളും പെണ്ണുങ്ങളെന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും ഉണ്ട് ആ കൂട്ടത്തിൽ. അന്നേരം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബക്കറ്റിൽ അവരൊരു വെള്ളം നിറച്ച് വെച്ചിട്ട് അതിൽ കുറേ കളറിട്ടിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ആ സാധനത്തിൻ്റെ പേര് പിഷ്കാരി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് പിള്ളേർക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ ഇത്. അതിനകത്ത് വെള്ളം നിറച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ചീറ്റിക്കുക. മണ്ടയ്ക്കത് കളർ വെള്ളമാണ് ചീറ്റിച്ച് വിടുന്നത് അവരെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വെള്ളം ചീറ്റിച്ചുകൊണ്ടിരിക്കുക. തലമുടി കളർഫുള്ളായിട്ടുള്ള മുടികളൊക്കെ അവരന്നേരം തലയിൽ ഫിറ്റ് ചെയ്യുക. ബക്കറ്റിലൊക്കെ ഓരോരുത്തർ വെള്ളവും കൊണ്ട് നടക്കുന്നത് ഓരോരുത്തരുടെ മണ്ടയ്ക്ക് ഒഴിക്കാൻ. അതുപോലെ തന്നെ ഈ ബലൂണിൽ വെള്ളം നിറച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തൊക്കെ വെച്ച് എറിഞ്ഞു കൊടുക്കും. അങ്ങനെ ഭയങ്കര സന്തോഷമാണ് അവർക്കത്. ഇവിടെ കുറേ ആൾക്കാർ നിൽക്കുന്ന കണ്ടതോ, വെള്ളയൊക്കെ ഇട്ടിട്ട് അവരുടെ ഡ്രസ്സ് മുഴുവൻ കളറാണ്. അവരുടെ വീട്ടിൽ കളറ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊക്കെ കഴിഞ്ഞിട്ട് പാർക്കിൽ വന്നിരിക്കുവാണേ കളിക്കാൻ വേണ്ടി. എൻ്റെ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒത്തിരി ദൂരെ മാറി നിന്നാണ് വീഡിയോ പിടിക്കുന്നത്. ഇവരുടെ അടുത്ത് നമുക്ക് ഫോണും കൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല. നമ്മളെ അവരിങ്ങനെ ശ്രദ്ധിക്കത്തൊന്നുമില്ല. അവരുടെ കയ്യിലിരിക്കുന്ന കപ്പോ പിഷ്കാരിയോ ഒക്കെ വെച്ച് അവർ നമ്മൾ ചെല്ലുമ്പോഴേ നമ്മുടെ മണ്ടയ്ക്കോട്ട് വെള്ളം കോരി ഒഴിക്കും. അന്നേരം പിന്നെ ഫോണിലെല്ലാം വെള്ളമാകും. നമ്മൾ പറഞ്ഞാലേ ഒഴിക്കരുതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തൊന്നുമില്ല. നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ടോ, അവർ നമ്മളുടെ ശരീരം മുഴുവൻ കളറും പൂശി നമ്മുടെ മേത്തെല്ലാം വെള്ളം ഒഴിച്ചിട്ടേ നമ്മളെ വിടത്തുള്ളൂ. അന്നേരം ഫോൺ കേടാകും. അതുകൊണ്ട് അടുത്ത് ചെന്ന് നിന്ന് വീഡിയോ പിടിക്കാൻ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി മാറി നിന്നാണ് വീഡിയോ പിടിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഹോളിക്ക് എനിക്ക് തോന്നുന്നു അത്ര വലിയ പ്രാധാന്യമില്ല. കൊച്ചിയിലും ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഹോളി ഉള്ളത്. അല്ലാതെ എല്ലായിടത്തും ഒന്നും എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞങ്ങളുടെ നാട്ടിലൊന്നും ഞാൻ ഹോളി കണ്ടിട്ടില്ല. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഹോളിയൊക്കെ ഇങ്ങനെ കാണുന്നത് തന്നെ. നമ്മുടെ കേരളത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഒരുവിധം ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഹോളി നല്ലതുപോലെ തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നിറങ്ങളുടെ ഒരു ആഘോഷമായിട്ടാണ് ഇവർ ഈ ഹോളി ആഘോഷിക്കുന്നത്. ഹോളി വസന്തോത്സവത്തെ വരവേൽക്കുന്നതായിട്ട് ഹോളി ആഘോഷിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പ് സമയമായിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ ഈ തണുപ്പ് മാറി നല്ലൊരു കാലാവസ്ഥ വരുന്ന ഒരു സമയമാണിത്. ചൂട് സമയം തുടങ്ങുവാണിപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു തണുപ്പിൽ നിന്നും ചൂടിലേക്ക് വരുന്ന വസന്ത ഉത്സവമായിട്ടാണ് അവർ ഈ ഹോളിയെ നോർത്ത് ഇന്ത്യക്കാർ കാണുന്നത്. ഹോളിക്ക് പിന്നിൽ ഒത്തിരി ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലേതാണ് ശരിയെന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നന്മ തിന്മകൾ തമ്മിലുള്ള സംഘർഷത്തിനൊടുവിൽ നന്മയുടെ വിജയമായിട്ടാണ് ഇവർ ഈ ഹോളി ആഘോഷിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഹിന്ദു ആചാരപ്രകാരമാണ് ശരിക്കും ഹോളി ആഘോഷിക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ. ഇപ്പം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിംസും എല്ലാം ഈ ആഘോഷത്തിൽ പങ്കുചേരാറുണ്ട്. എന്നാലും മെയിനായിട്ട് ഹിന്ദു ആചാരപ്രകാരമാണ് ഹോളി അവർ ആഘോഷിക്കുന്നത്. ഇത് ഹിന്ദു പുരാണങ്ങളിൽ പ്രഹ്ലാദൻ്റെ കഥയുമായിട്ടും ഈ ഹോളിക്ക് ഒത്തിരി സാമ്യമുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പ്രഹ്ലാദൻ്റെ കഥ പ്രധാനമായി പറയുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ശ്രീകൃഷ്ണൻ്റെ കഥകളുമായിട്ടും അവർ ഈ ഹോളിയെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഹോളി ശരിക്കും 2 ദിവസത്തെ ആഘോഷമാണ്. ആദ്യത്തെ ദിവസത്തെ ഹോളിയെ ഹോളികാ ദഹൻ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ദിവസം ദുലന്തി എന്നും അറിയപ്പെടുന്നു. ഈ ദുലന്തി, രണ്ടാമത്തെ ദിവസമായ ദുലന്തിയിലാണ് നിറങ്ങളുടെ ദിവസമായിട്ട് അറിയപ്പെടുന്നത്. ആ ദിവസമാണ് നിറങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോരി ഒഴിച്ച് അവർ ആഘോഷിക്കുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിറങ്ങൾ പൂശുമ്പോൾ അതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് അവരുടെ ഉള്ളിലെ ശത്രുതയെല്ലാം മാറി അവരെല്ലാം നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇനിയുള്ള കാലം മുന്നോട്ട് പോകുമെന്നാണ് അവർ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹാപ്പി ഹോളി.